പരിപാലകൻ കനിഞ്ഞ സ്വർഗപാതയാ പ്രിയമേറും ഹാമിദാറ്റുപോയി തങ്ങളാ. ഏത് അപരാധങ്ങൾക്കും ഏതൊരു വിമർശനങ്ങൾക്കും തളർന്നിട്ടില്ല എന്നാണ് ഇതുകൊണ്ട് തെളിയിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിനുള്ള അടുത്ത വിമർശനം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളവர்கள் പാൻസ് ഇട്ട് നടന്നിട്ടുണ്ട് എന്നതാണ് അടുത്ത വിമർശനം. യൂട്യൂബിൽ എനിക്ക് കാണാൻ സമയത്ത് ഓരോരുത്തർ ഇങ്ങനെ വന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചിന്തിക്കുന്ന കുറച്ചെറിയ ആള് ഞാൻ തന്നെയാണോ? ഇൻഷാ അല്ലാഹ് എല്ലാ നിയമപാലകരും എല്ലാ അന്വേഷണവും നടത്തി എല്ലാം എൻ്റെ അടുത്ത് വന്നിരുന്നു. അത്രത്തോളം ഉണ്ടാക്കി, കോടിക്കണക്കിന് ഉറുപ്പിക തങ്ങൾ ഉണ്ടാക്കി, ഏക്കറക്കണക്കിന് സ്ഥലം വാങ്ങി. സുബ്ഹാനല്ലാഹ് പറയണോ അതെന്റെ പേരക്കുട്ടിന്റെ കൂടെ, അതല്ലെങ്കിൽ എന്റെ പേരക്കുട്ടി നടത്തിയ മജ്‌ലിസിൽ പങ്കെടുത്തവരാ. അല്ലാഹുവേ, മലക്കുകളുടെ സാന്നിധ്യം എന്റെ കൂടെ പറപ്പികളെ ഖൽബിൽ നൽകണേ, ഖബറിൽ നൽകണേ അല്ലാഹ്. തളരാതെ പടച്ചവനെ നേതൃത്വം കൊടുക്കണേ അല്ലാഹുവേ, തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്, ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ. ഏത് അപരാധങ്ങൾക്കും ഏതൊരു വിമർശനങ്ങൾക്കും തളർന്നിട്ടില്ല എന്നാണ് ഇതുകൊണ്ട് തെളിയിക്കുന്നത്. അല്ലാഹു തആല കബൂലാക്കട്ടെ. രാവിലെയും വൈകുന്നേരവും ദിക്ർ ചൊല്ലുന്നതാണോ തെറ്റ്? രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതാണോ തെറ്റ്? ഫാത്തിഹ സ്വലാത്തിന്റെ ഈരടികളെ കൊണ്ട് അനുഗ്രഹീതമാകുന്ന സഹോദരിമാർ പ്രത്യേകിച്ചും TV സീരിയലുകൾക്കിടയിൽ കണ്ണുനീരൊലിപ്പിച്ചിരിക്കുന്ന സമയത്ത് ജഗന്നിയന്താവായ റബ്ബിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട്, കരങ്ങൾ ഉയർത്തിക്കൊണ്ട്, അലിയുന്ന ഹൃദയത്തോടുകൂടി കണ്ണുനീര് പൊലിച്ചുകൊണ്ട് തന്റെ തെറ്റുകൾ ഏറ്റു പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നതാണോ തെറ്റ്? നൂറെ ഹബീബ് എന്നുള്ളത് നമുക്കൊക്കെ കാണാൻ കഴിയും. സബ്സ്ക്രൈബ് ചെയ്തവർക്കും അതിന്റെ കുടുംബങ്ങൾക്കും പറയാൻ കഴിയും. അതിൽ ദിക്റുകളാണ്. മഹാനായ
അജ്മീർ ഹാജിയുടെ ദിക്റാണ് യാ ഹയ്യു യാ ഖയ്യൂം. ഇന്ന് വേണ്ട ആ കോളേജിന്റെ പശ്ചാത്തലം നമുക്കറിയാം. ശംസുൽ ഉലമാ AK അബൂബക്കർ മുസ്ലിയാരുടെ സ്മരണയിലാണ് ആ കോളേജ്. സമസ്ത നേരിട്ട് നടത്തുന്ന ഒരു കോളേജാണ്. അവിടെ പഠിപ്പിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥമാണ്. നമ്മുടെ ചെറിയ മക്കൾക്ക് ഖുർആൻ ഹൃദ്യസ്ഥമാക്കാനുള്ള കലാലയമാണ്. ഈ ദീനിന്റെ ചൈതന്യം നിലനിൽക്കുന്നത് നല്ല പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്നതിനാണ്. ഇന്നോളം ലോകത്ത് തന്നെ കേരളീയ മുസ്ലിം സമൂഹം മതപരമായ ചൈതന്യം നിലനിർത്തുന്നതിൽ ഏറെ മുന്നോട്ട് പോയിട്ടുള്ളത് നമ്മുടെ പണ്ഡിതന്മാർ കഴിഞ്ഞ കാലങ്ങളിൽ ദീനീ ഉലൂമുകൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ ധാരാളമായി ഉണ്ടാക്കിയിട്ടുണ്ടാണ്. നമ്മളുള്ളത് പരിശുദ്ധവും പരിപാവനവുമായ റമളാൻ മാസത്തിന്റെ അവസാനത്തെ 10-ലാണ്. ഇവിടെ ഒരുപാട് പ്രസംഗങ്ങൾ നടന്നു കഴിഞ്ഞു. ഒരു പ്രസംഗത്തിന്റെ ഒന്നും ആവശ്യം ഇവിടെ ഇല്ല. പക്ഷേ എന്ത് ചെയ്യും, കുറെ നേരം കഴിയുമ്പോൾ ഈ നായുടെ നാവ് ക്ഷീണിച്ച് വാലാട്ടി തിരിച്ചു മടക്കി പോകും. ചന്ദ്രൻ അവിടെ തന്നെ ഉണ്ടാവും. അത് തങ്ങളെ പറ്റിയിട്ട് ഒരു ഉപമ ഞാൻ പറഞ്ഞതാണ്. വിമർശനങ്ങൾ നല്ലതാണ്, വിമർശനങ്ങൾ ആവശ്യവുമാണ്. പക്ഷെ ബഹുമാനപ്പെട്ട തങ്ങൾ അവരെ പറ്റിയിട്ട് ആദ്യമായി ഉയർന്ന വിമർശനം അദ്ദേഹം തങ്ങളല്ല എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മണലടി എന്ന് പറയുന്ന ജുമാ മസ്ജിദിൽ പോവുകയും മഹാനവറുകളുടെ പിതാവ് വന്ദനായ പിതാവ് ആറ്റക്കോയിൽ തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യുകയും ഒക്കെ ചെയ്തു. അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആറ്റക്കോയിൽ തങ്ങളെന്ന്. അപ്പോ ബഹുമാനവർകൾ 13 വയസ്സാകുമ്പോഴാണ് അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെടുന്നത്. അപ്പോ നാളെ മരണപ്പെടും എന്റെ പിതാവ്, അതുകൊണ്ട് എനിക്ക് കബീല വ്യക്തമാക്കി തരണമെന്ന് പറയാൻ തക്ക കഴിവും ശേഷിയും 13 വയസ്സായ ഈ തങ്ങൾക്കില്ലായിരുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ ആ അജ്ഞതയെ ആൾക്കാർ ഗൂഢലാക്കോടുകൂടി പരിഹസിക്കുകയും ആ പരിഹാസങ്ങൾക്കെല്ലാം തങ്ങൾ വളരെ ചിരിച്ച് സൗമ്യനായി തന്നെ അവർക്കുള്ള മറുപടി കൊടുക്കുകയും ചെയ്തു വരുന്ന ഞാൻ കാണുന്നു. പിന്നെ അദ്ദേഹത്തിനുള്ള അടുത്ത വിമർശനം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തങ്ങളവர்கள் പാൻസ് ഇട്ട് നടന്നിട്ടുണ്ട് എന്നതാണ് അടുത്ത വിമർശനം. എന്താ പാൻസ് ഇട്ടാൽ എന്താ പ്രശ്നം? സൗദി അറേബ്യയിൽ എല്ലാവരും ഹന്തൂർ ഇടുന്നതിന്റെ അടിയിൽ പാൻസ് തന്നെയാണ് ഇടുന്നത്. യൂറോപ്പിലും അമേരിക്കയിലുമുള്ള എല്ലാ മുസ്ലിയാക്കന്മാരും എല്ലാ ആലിമീങ്ങളും ധരിക്കുന്നത് സൂട്ടും പാന്റും തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഇറങ്ങിയ ഖുർആനിൽ 2-ാമത്തെ അധ്യായത്തിൽ യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ ഫസിയാബക വതഹിർ എന്നാണ് പറഞ്ഞിട്ടുള്ള ഖുർആൻ. മൂടി പുതച്ച് കിടക്കുന്നവനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖുർആൻ വന്നതിന് ശേഷം ഭയങ്കരമായ പനിയും തലവേദനയും കാരണം ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ മൂടി പുതച്ച് കിടന്നുറങ്ങുമ്പോൾ അള്ളാഹുവിന്റെ ശക്തമായ താക്കീത് വന്നു. ഏയ് മൂടി പുതച്ച് കിടന്നുറങ്ങുന്നവനെ, നീ എഴുന്നേക്ക്, ഖും ഫഅൻദിർ വസിയാബക വതഹിർ, നീ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഡ്രസ് ഇട്ട് നീ ദഅവത്ത് ചെയ്, നീ ഇസ്ലാമിലേക്ക് ആൾക്കാരെ ക്ഷണിക്ക് എന്ന് പറഞ്ഞ ഖുർആൻ സൂക്തം ഇറങ്ങിയതാണ്. അപ്പൊ പിന്നെ നമ്മൾ എന്തിനു പഠിക്കണം? അദ്ദേഹം നാളെ ചിലപ്പോൾ സൂട്ടും കോട്ടും ഇടും, അത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. അതൊരു അമേരിക്കൻ പ്രസിഡന്റ് ഇടുന്ന സൂട്ടും കോട്ട്, പിന്നെ അദ്ദേഹം ഇട്ടാൻ എന്താ പ്രശ്നം? സൗദി അറേബ്യയിലെ എല്ലാ മസ്ജിദുകളിൽ നിൽക്കുന്ന ഇമാമന്മാർ ഹന്തൂറയ്ക്ക് അടിയിലിടുന്നത് പാൻസ് തന്നെയാണ്. അപ്പോ ഒരുവിധം അജ്ഞരായ ആൾക്കാർ ഒരു ജോലിയും ഇല്ലാതെ തങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ ഇത് ചെയ്യുക, യൂട്യൂബിൽ കൂടെ ചെയ്യുക. ഞാൻ അവരോടെല്ലാം ഒരു ഇതായിട്ട് പറയുകയാണ്. കാര്യം, നിങ്ങൾ ഇപ്പോ ഈ സോഷ്യൽ മീഡിയ വളരെ ഡെവലപ്മെന്റ് ആയി കഴിഞ്ഞു. അപ്പോ നിങ്ങൾക്ക് പറ്റാത്തത് വേറൊരാൾ ചെയ്യുമ്പോൾ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. കാര്യം, അത് പടച്ചവൻ തരുന്ന നിയമത്താണ്, പടച്ചവന്റെ ഖദറാണ്. നിങ്ങൾ പടച്ചവന്റെ ഖദറിനെ പറ്റിയിട്ട് സംസാരിക്കുക. പരിപാലകൻ കനിഞ്ഞ സ്വർഗപാതയാ, പ്രിയമേറും ഹാമിദാറ്റുകോയ തങ്ങളാ, മനസ്സിനുള്ളിലുള്ള ഭാരമേ തീരാത്ത എത്രയോ കടന്ന പ്രശ്നമേ, ഈ സ്വർഗപാത നൽകിടുന്നു നിന്നിലേ.
പ്രതിനിധിയായി തങ്ങള് പാൽനിലാവ് പോലെ ആ പ്രശോഭനം 10,000 സംഗമിക്കും ഈ ദിനം പരിപാലകൻ കനിഞ്ഞ സ്വർഗപാതയാ പ്രിയമേറും ഹാമിദാറ്റുകോയി തങ്ങളാ കഥന ഭാരമേറെ പേറി മണ്ണിലെ കണ്ണീർ തുള്ളി മാത്രമായി ജീവിതത്തിലെ അറിവിന്റെ മുത്ത് പാകിടുന്നു പാരിലെ അതുപോലെ സ്വീകരിക്കുമിൻ കൃപായിലെ പാൽനിലാവ് പോലെ ആ പ്രശോഭനം 10,000 സംഗമിക്കും ഈ ദിനം പരിപാലകൻ കനിഞ്ഞ സ്വർഗപാതയാ പ്രിയമേറും ഹാമിദാറ്റുകോയ തങ്ങളാ. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من يهدي الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له واشهد أن سيدنا ونبينا ومنجينا ومرشدنا مصطفى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا ربي بالمصطفى بلغ مقاصدنا. ദൂരത്ത് നിന്ന് ഒരുപാട് പ്രയാസങ്ങളും സങ്കടങ്ങളുമായി മജ്‌ലിസിലേക്ക് വന്നവരാണ് റബ്ബേ. എല്ലാവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. പിന്നെ മോളെ പൊന്നു വാപ്പ പൊന്നു അനുജ പൊന്നു ജ്യേഷ്ഠ ഒരാളെ വിഷമിക്കരുത്. ഈ മജ്‌ലിസ് റഹ്മത്തിന്റെ മാലാഖമാര് പറന്നിറങ്ങുന്ന മജ്‌ലിസാണ്. അല്ലാഹുവിന്റെ മാലാഖമാര് പറന്നിറങ്ങുന്ന മജ്‌ലിസാണ്. ഇരിക്കുന്ന സമയത്തോളം അല്ലാഹു നിങ്ങൾ സകലമായ ദോഷങ്ങളും അല്ലാഹു പൊറുക്കട്ടെ. എന്താണ് പടച്ച റബ്ബേ നിങ്ങളെ ഖൽബിലുള്ള വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി വരുമ്പോ എന്തെല്ലാം ആഗ്രഹങ്ങൾ നിങ്ങളെ ഖൽബിലുണ്ടോ അത് അല്ലാഹു വരുന്ന മജ്‌ലിസ് ആകുമ്പോഴത്തേക്ക് അല്ലാഹു പൂർത്തീകരിച്ചു തരട്ടെ. സുബ്ഹാനല്ലാഹ്. ഒരുപാട് ആശകൾ ഉണ്ടായിരുന്നു. എല്ലാം പടച്ച റബ്ബിലേക്കാണ്. ഇന്ന് രാവിലെ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിരുന്നു പടച്ച തമ്പുരാനെ. മിനിങ്ങാന്ന് ഞാൻ കൂറ്റമ്പാറ മജ്‌ലിസിൽ പോയി. സുബ്ഹാനല്ലാഹ്. 10,000 ആളുകളാ. അതേപോലെ ഇന്നലെ ഞാൻ ഒരു മജ്‌ലിസിൽ പോയി. ഇന്നലെ കൊണ്ടോട്ടിയിലെ സുബ്ഹാനല്ലാഹ്. ഇന്നലെ ഞാൻ മജ്‌ലിസിൽ പോയപ്പോൾ ഒരുപാട് സങ്കടം പറയുന്നു. എന്റെ കൂടെ പറപ്പിങ്ങളോട് ഒരു തെറ്റ് ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. എന്തെല്ലാം തെറ്റുകളാണ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പേടിട്ടതിന്റെ പേരിൽ വ്യക്തിപരമായിട്ട് ആദ്യമായിക്കൊണ്ട് ഒരു SOSന്റെ ലെറ്റർ പുറത്തിറങ്ങിയത് വ്യക്തിവിരോധം തീർത്തതാണ്. വ്യക്തിവിരോധം. എനിക്കൊരു എവിടെ സമയം ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടില്ല? ചെറുപ്പത്തിൽ നിങ്ങളൊക്കെ ബന്ധിച്ചിട്ടില്ലേ? സുബ്ഹാനല്ലാഹ്. വയനാട് ജില്ലയിൽ അച്ചൂർ എന്ന് പറയപ്പെടുന്ന സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾ അന്വേഷിക്കണം. ഒരുപാട് കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് പന്ത് കളിച്ചിട്ട് ചായത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട ഭർത്താക്കന്മാരില്ലാത്ത ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഞാൻ പന്ത് കളിച്ചിട്ടും പിടിപെടുത്തും ഞാൻ പാവങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലാഹ്. പിന്നെ ഒരുപാട് ആശയങ്ങൾ മറുപടി പറയാണ്ട് എന്റെ കൂടെ പറപ്പികളായ ഉസ്താദുമാരും എന്നെ സ്നേഹിക്കുന്നവർ എന്നോട് പറഞ്ഞു, നിങ്ങൾ ആരോടൊന്നും പറയണ്ട. ഓരോരോ എന്തൊക്കെയാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ ഈ യൂട്യൂബിൽ എനിക്ക് കാണാൻ സമയത്ത് ഓരോരുത്തരും ഇങ്ങനെ വന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചിന്തിക്കും കുറച്ചൊരു ഈ ആള് ഞാൻ തന്നെയാണോ? ഈ ആൾ ഇതൊക്കെ ഞാൻ തന്നെ ചിന്തിച്ചു പോയിരുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ആൾക്ക് ഇനിയും പറയാനുള്ള നാവുള്ള പരിപാടിക്ക് പോയി അത് പറയാതിരിക്കാൻ നിവർത്തില്ല. മറ്റെല്ലാ ആക്ഷേപങ്ങളും
ഒളിയമ്പുകളൊക്കെ പല ഒരാളിട്ടിട്ട് ഇങ്ങനെ ആക്രമിക്കാം. അതിലൊന്നും എനിക്ക് സങ്കടമില്ല, ആർക്ക് വേണ്ടി ആക്രമിക്കാം. ഇൻഷാ അല്ലാഹ് എല്ലാ നിയമപാലകരും എല്ലാ അന്വേഷണവും നടത്തി, എല്ലാം എൻ്റെ അടുത്ത് വന്നിരുന്നു. അത്രത്തോളം ഉണ്ടാക്കി, കോടിക്കണക്കിന് ഉറുപ്പിക തങ്ങൾ ഉണ്ടാക്കി, ഏക്കറക്കണക്കിന് സ്ഥലം വാങ്ങി. സുബ്ഹാനല്ലാഹ്, ഞാൻ വില്ലേജ് ഓഫീസോട് പോയി ചോദിച്ചു, ഇന്റെ പേരിൽ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടെന്നാ. സുബ്ഹാനല്ലാഹ്, വൈഫിന്റെ പേരിൽ 6 സെന്റ് സ്ഥലമുണ്ട്, അതൊക്കെ 6 ഏക്കറാക്കി. ഒന്നും അറിയില്ല, അതൊക്കെ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. പക്ഷേ എന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. എല്ലാവരും ഞാൻ പറയണം. എന്താ അറിയാം, ഞാൻ ഒരുപാട് മജ്‌ലിസിൽ ദുആ ചെയ്യാൻ പോകാറുണ്ട്. ഒരുപാട് മജ്‌ലിസിൽ, എല്ലാം സമസ്തയുടെ മജ്‌ലിസിലാണ് ഞാൻ പരിപാടിക്ക് പോകാറ്, എല്ലാ മജ്‌ലിസിലും. സുബ്ഹാനല്ലാഹ്, ഇന്നലെ ഞാൻ കൊണ്ടോട്ടി മജ്‌ലിസ് പോയപ്പോ അവിടെ പോകുന്നതിന്റെ മുമ്പ് തന്നെ എല്ലാ വാട്സപ്പിലും എല്ലാ ഫേസ്ബുക്കിലും പരസ്പരം ഫോൺ വിളിച്ചിട്ട് അയാൾ സമസ്തക്കാരനല്ല, അയാൾ സമസ്തക്കാരനല്ല. ഞാൻ ഇന്ന് വരെ സമസ്തക്കെതിരെ എവിടെ ഞാൻ പ്രസംഗിച്ചിട്ടില്ല, ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അയാൾ സമസ്തക്കാരനല്ല. അയാൾ പോണ പരിപാടിയിൽ പോകണ്ട എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ എങ്ങനെ പരസ്പരം. ഇന്ന് ഈ മജ്‌ലിസ് നടക്കുന്നതും ശംസുൽ ഉലമയുടെ പേരിൽ. ബഹുമാനപ്പെട്ട എനിക്കൊക്കെ വേണ്ടി ഒരുപാട് പാവം ഫസ്റ്റ് മേലെ കുറക്കാട് പരിപാടി വെച്ചപ്പോ പാവൊക്കെ വന്ന് ഇവിടെ പ്രസംഗിച്ചപ്പോ ഒരുപാട് ആളുകൾ വിമർശിച്ചു. ഇതും ശംസുൽ ഉലമയുടെ പേരിലാണ്. ഇതിന്റെ ഇത്രയും ജനലക്ഷങ്ങൾ ഇവിടെ വന്നതും ഇതൊരു ഭാഗം മാത്രമാണ്. അവിടെ ഇഷ്ടംപോലെ ആളിരിക്കുന്നുണ്ടല്ലേ. ഇത്രയും ആളുകൾ വന്നത് ഇന്റെ കറാമത്തല്ല, ശംസുൽ ഉലമയുടെ കറാമത്താണ്. അല്ലേ, ശംസുൽ ഉലമയുടെ കറാമത്താണ്. എന്റെ കറാമത്ത്, എനിക്കൊരു കറാമത്തില്ല. പല ആളുകളും ഞാൻ മന്ത്രിച്ച വെള്ളത്തിനും ഞാൻ കൊടുക്കുന്ന പേരുള്ള അതും അള്ളാഹുവിന്റെ ഞാമത്താണ്, അത് അല്ലാഹ് കൊടുക്കുന്ന ശിഫ്. പല ആൾക്കാർ എന്നോട് വന്നിട്ട് പറയും, നിങ്ങൾക്ക് അള്ളാഹു എന്തോ ഒരു കറാമത്ത് തന്നിട്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ മറ്റേ ആൾക്കാർ, കാരണം എനിക്കൊരു കറാമത്തുമില്ല. നമ്മളൊക്കെ ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നവരാ. വെറുതെ അങ്ങോട്ട് പറയാം. എനിക്ക് എന്റെ കൂടെ പറപ്പിങ്ങളോട് ഓരോരോ ആലിമീങ്ങളെ നമുക്ക് എപ്പോഴും ഞങ്ങൾ ഉമ്മാനോട് പറയണ്ടോ, ഉമ്മ ദർസ് പഠിപ്പിക്കാൻ വിടുമ്പോ നാഫില ഇൽമ കിട്ടണം എന്ന് പറയണം. അത് കിട്ടണം. വെറുതെ പണ്ഡിതനായ പോരാ. വെറുതെ എങ്ങനെക്കറിയോ, പെണ്ണുങ്ങൾ നടക്കുന്ന വീഡിയോ മാത്രം എടുക്കുക. നമ്മളെ പണ്ഡിതന്മാര് ഒരു വിഷയം ഉണ്ടായി, നിങ്ങൾക്കറിയോ, ഞാൻ സംസാരിക്കുന്ന ക്ലിപ്പുകളൊക്കെ കട്ട് ചെയ്യാം. എന്നിട്ടൊരു വിവാദം ഉണ്ടായി. എന്താ ഞാൻ ആദ്യമായിക്കൊണ്ട് എന്റെ കൂടെ പറപ്പിങ്ങളോടും നിങ്ങളോടൊക്കെ ക്ഷമ ചോദിക്കണം. എന്താ 11 മണിക്ക് നിങ്ങളെ വിട്ടുതരാൻ തണുപ്പ് അവിടെ പൊറുക്കണം. ഒരു സമയം നേരം വിളിക്കണം, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടാ, ഒന്നും വിചാരിക്കരുത്. ഒരു ദീനിന്റെ സ്ഥാപനത്തിന് വേണ്ടിയാണ് ഈ ഇരിക്കുന്ന ഇരിപ്പ്. അല്ലാഹു സ്വർഗത്തിലേക്കാവട്ടെ. അപ്പൊ നിങ്ങൾക്ക് കേൾക്കണം, ഞാന് ഈ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചു പോയാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടൂല. അങ്ങനെ തന്നെയല്ലേ. ഞങ്ങൾക്കൊരു കാര്യം കേൾക്കണം, നിങ്ങൾക്കൊരു കാര്യം കേൾക്കണം. ഇതിന്റെ ഹക്ക് പടച്ച റബ്ബിനോട് ഇതൊക്കെ പകർത്തുന്ന ഈ ക്ലിപ്പൊക്കെ എടുത്ത് കൊണ്ടുപോകുന്ന എന്തെങ്കിലുമൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകളോട് പടച്ച റബ്ബിന്റെ മുന്നിൽ ഉത്തരം പറയേണ്ടി വരും. ഒരു സംശയമില്ല. കാരണം എന്താ അറിയോ, ഓരോ ആൾക്കാർ ഓരോരോ വീട്ടിൽ കയറുക, എന്നിട്ട് പരിപാടി കാണണ്ട, പരിപാടി കാണണ്ട, അങ്ങനെ എന്തൊക്കെ നമ്മളെ കുറിച്ചിട്ട് വിഷങ്ങൾ കുത്തിവെക്കുക. ആ പരിപാടിനെ കണ്ട നരകത്തുക പോകാറ്. നരകത്തിൽ ഓരോരോ വീട്ടിൽ പോയിട്ട് പ്രചരിപ്പിക്കുക. അതിനെതിരെയാണ് ഞാൻ പ്രസംഗിച്ചത്. പക്ഷെ ആ ക്ലിപ്പിന്റെ മുൻഭാഗം ഒരു കട്ടാക്കി, ബാക്ക് ഭാഗം ഒരു കട്ടാക്കി, എന്നിട്ട് പ്രചരിപ്പിക്കുക. ഞാൻ അറിവുള്ളവനല്ല. ഞാൻ എന്റെ ഉസ്താദിന്റെ കൂടെ കുറച്ചു കാലം ദർസ് പഠിച്ചു. വീട്ടിലെ കഷ്ടപ്പാട് കൊണ്ട് കഷ്ടപ്പെട്ട് പ്രതിസന്ധി വന്നപ്പോ പിന്നെ ചികിത്സയുമായിട്ട് മഹാനായ പന്തല്ലൂര് മഖബറിൽ അന്ത്യവിശ്രമം വന്ന PMS പൂക്കോട്ടങ്ങളെ കൂടാതെ വേഗം പിടിച്ച് നടന്നു. അള്ളാഹു എനിക്ക് വഴി കാണിച്ചു. അതാണ്. പിന്നെ എനിക്കൊരുപാട് തേന് വിറ്റിട്ടും ഇപ്പൊ ഇസ്മായിൽക്കവിടെ ഇതൊക്കെ ഒരാളെ ഞാൻ തല്ലി കഴിഞ്ഞ മജ്‌ലിസിൽ. നിങ്ങൾ കണ്ടില്ലേ ക്ലിപ്പ്? കണ്ടില്ലേ നിങ്ങൾ ക്ലിപ്പ്? കണ്ടോ? നിങ്ങൾ കണ്ടില്ലേ ക്ലിപ്പിൽ ഞാൻ ഒരാളെ പിടിച്ചു തള്ളണേ? സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യനാണിത്. ഇയാൾ എന്റെ കൂടെ ജോലിക്ക് വരലുണ്ട്. ഈ സഹോദരന്റെ കൂടെ ജോലിക്കാർക്ക് വരലുണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും കൂടി സ്റ്റേജ് കണ്ട് കയറി വരുന്ന സമയത്ത് മൂപ്പര് തേന് കൊടുത്തു, തള്ളി. അത് എന്റെ ആളായതുകൊണ്ടാണ്. അത് ഞാനൊന്നും വിചാരിച്ചിട്ടില്ല. പക്ഷെ അതിനും ക്ലിപ്പ്
പൊരുത്തല്ലേ? അല്ല ബർക്കത്തെ എന്റെ കൂടെ പറപ്പേ പടച്ചറപ്പ് ഞങ്ങളെ കുഴപ്പമില്ല. പിന്നെ തങ്ങളല്ല, ഇതെന്റെ നാടാ. എന്റെ ഉമ്മ മഹാനായ മർഹൂം സയ്യിദ് മുത്തുകോയച്ചങ്ങളുടെ പേരെ കുറ്റിയാണ് ഞാൻ. ഇതാ ഇവിടെ സലാമാഷുണ്ട്, ഇതാ ഷരീഫാജിന്റെ വാപ്പുട്ടി, എന്റെ വാപ്പന്റെ കൂട്ടുകാരന്മാരാണ് അവർക്ക്. എനിക്കറിയോ? തങ്ങളല്ല. ആയിക്കോട്ടെ, ആര് കുറ്റപ്പെടുത്തിയാലും ആര് തന്നെ തള്ളി പറഞ്ഞാലും പടച്ച റബ്ബ് തല്ലാതിരിക്കട്ടെ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമുക്ക് കുറച്ച് ഫാത്തിഹ ഓതണം, സ്വലാത്തുൽ ഫാത്തിഹ ചെല്ലണം. പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ വിട്ടുതരും. പടച്ച റബ്ബിനെ ഓർത്ത് കുറച്ച് സമയം വൈകിയിട്ടുണ്ട്. നിങ്ങൾ എന്നോട് പൊറുക്കണേ, നിങ്ങൾ എന്നോട് എല്ലാരും എന്നോട് പൊറുക്കണം കേട്ടോ. പിന്നെ ഒരുപാട് ലെറ്റർ ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് അറിയോ? ഇത് കുറെ ആൾക്കാര്, ഞാൻ സമസ്തക്കാരനല്ല, പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയട്ടോ, ഒരു കാര്യം ഞങ്ങളോട് പറയാം. ഞാൻ സമസ്തയിൽപ്പെട്ട ആളാണെങ്കിലും യതീം മക്കൾക്ക് വേണ്ടിയും പള്ളിക്ക് വേണ്ടിയും മദ്രസക്ക് വേണ്ടിയും ആര് വിളിച്ചാലും ഞാൻ പോകും. കാരണം ഇവർ എല്ലാവരും പാടിട്ട് ആക്രമിച്ചിട്ടേ ഇന്നിങ്ങോട്ട് പുറത്ത് അടിച്ച, എന്നിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാല് പിന്നെ അങ്ങ് തോന്നാല് ഈ നായ്ക്കൊക്കെ എല്ലാം കഷ്ണം കിട്ടി എങ്ങനെയാണെന്നുണ്ടല്ലോ. അപ്പൊ ഞാന് ദയവ് ചെയ്തിട്ട് ഒരാളോട് മറുപടി പറയുന്നില്ല. എനിക്ക് ഇപ്പൊ ഞാൻ നായിനെ വിളിച്ച പോലല്ല കേട്ടോ, പക്ഷേ ഞാൻ ക്ലിപ്പാക്കില്ലേ. അള്ളാഹു വെച്ച് പേടിയാണ് കേട്ടോ. അള്ളാഹു കാക്കട്ടെ, എല്ലാ ശത്രുക്കൾക്കും അള്ളാഹു ബറക്കത്ത് നൽകട്ടെ അല്ലെ. ഓല മക്കളെയും ഓല മാതാപിതാക്കളൊക്കെ അള്ളാഹു ഹൈറിലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഓല നിയോഗിച്ചതായിരിക്കും. ഒരുപാട് നിന്റെ കൂടെ പറക്കോട് പറയണമെന്നല്ലോ, നിന്റെ മജ്‌ലിസ് എന്നല്ല, ഒരുപാട് മജ്‌ലിസ് നടക്കുന്നുണ്ട്. ഒരാൾ ആ മജ്‌ലിസിലേക്ക് പോകുകയാണെങ്കിൽ തടയരുത്. ഖുർആൻ കേൾക്കേണ്ട വിഷയമാണ്. എല്ലാവരും വിഷയം എല്ലാം എനിക്കറിയാം. ഒരാൾ കഴിഞ്ഞ ആഴ്ച പിന്നെ കൊടുവള്ളിയിൽ പോയി പ്രസംഗിച്ചു. ഒരു പണ്ഡിതൻ, അറിയപ്പെടുന്ന പണ്ഡിതന്റെ മകൻ മോശമായി. എനിക്ക് സങ്കടമില്ല. ഒരുപാട് ആൾ മിനിങ്ങാന്ന് കൊണ്ടോട്ടേക്ക് പരിപാടി പോയപ്പോ ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു പോണ്ട. പക്ഷെ ആളിൽ മജ്‌ലിസിൽ കുറവായിരുന്നു. അന്ന് സങ്കടം കേട്ടോ. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ഒരുപാട് ആളുകൾ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. കുറച്ച് നമുക്ക് ദുആ ചെയ്തിട്ട് പിരിയണം. എന്റെ കൂടെ പുറപ്പേ റബ്ബ് ഇന്നുണ്ടല്ലോ 2 ദിവസമായി ഉറങ്ങിയിട്ട്. നിനക്കറിയോ? 2 ദിവസം എന്താ ആളുകൾ ഇങ്ങനെ കുപ്പഴം നടത്തിയാണ്. പക്ഷേ ആള് വരുമോ എന്നിങ്ങനെ പേടിച്ചിട്ട് റബ്ബേ 5 വഖത്ത് നിസ്കാരത്തിലും എന്റെ ഈ കൂടെ പുറത്ത് ഇങ്ങക്ക് ഞാൻ ദ്വാരം. നിങ്ങളെ പടച്ചുറപ്പ് പരാജയപ്പെടുത്തൂല. ഇന്നലെ ഒരാളിനെ പറഞ്ഞു 30 കൊല്ലം ചൊറിഞ്ഞിട്ട് ബുദ്ധിമുട്ടുള്ള ഒരാള് ചൊറിച്ചിലും മാറി മജ്‌ലിസിലും ബർക്കത്ത് കൊണ്ടുവന്നു. ഇന്ന് ഈ വന്നവരുടെ പ്രശ്നങ്ങളൊക്കെ അള്ളാഹു പരിഹരിച്ചു തരും ഇൻഷാ അല്ലാഹ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നവർക്ക് അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ഒരു കമ്മല് വന്നിട്ടുണ്ട്. ശരിക്കേ ഒരു 3/4 മണിക്കൂർ നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ 2 കോളേജ് ഉണ്ടാക്കാം. സമയമില്ല കേട്ടാ. നിങ്ങളൊക്കെ സഹായിച്ചിക്കണേ, നിങ്ങളൊക്കെ സഹകരിച്ചിക്കണേ. പിന്നെ ഞാൻ ഇവിടുന്ന് പോകുമ്പോ നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം. തങ്ങളെ വണ്ടിയിൽ പെട്ടിയായിട്ട് കൊണ്ടുപോകണം. ശ്രദ്ധിക്കണം, പെട്ടി കൊണ്ടുപോകണം കേട്ടോ. ഇൻഷാ അല്ലാഹ് എനിക്ക് 10 പൈസ വേണ്ട. സാധാരണ ഒരു മജ്‌ലിസിന് പോയാൽ എനിക്ക് വണ്ടിക്കൂലി തരും. പക്ഷെ കക്കുപടി തന്നാ ഞാൻ വാങ്ങട്ടോ വണ്ടിക്കൂലി. ഒരു മതി, ഞാൻ കരങ്ങൾ ഒരു പൈസയും വാങ്ങി. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. സ്വലാത്തുൽ ഫാത്തിഹ എല്ലാവരും ഇൻഷാ അല്ലാഹ് എല്ലാവരും നേടിയിരിക്കണം. പെണ്ണുങ്ങളെ ഔറത്തൊക്കെ മറച്ചോളയും. ഈ മജ്‌ലിസ് വെറുതെയാവില്ല, ഇതൊക്കെ വെറുതെയാവില്ല. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ കൊടുത്തതും വെറുതെയാവില്ല. നമ്മൾ ഉസ്താദ് പറഞ്ഞു നിങ്ങൾ ഇരുന്നോളി, പുസ്തകം തരത്തിട്ട് വാസിനും മൂത്തവരുണ്ട്. പിന്നെന്താ പറയുക, കുറെ നേരം ഇരിക്കുമ്പോൾ ബിലീസ് ഉണ്ടാവും. ഒരു കാര്യം കൂടെ പറയാൻ പോവാണ്, അടുത്ത ട്രോള് വരാൻ പോവാണ്. സമസ്തന്റെ പരിപാടി ആരാണ് പറഞ്ഞത്? നിങ്ങള് പിന്നെ ഞാൻ സമസ്തന്റെ ഏതെങ്കിലും നേതാക്കന്മാർ പറഞ്ഞു? പറഞ്ഞാൽ ഈ മജ്‌ലിസിൽ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട കക്കുപ്പടി ഉസ്താദിനടക്കം നിങ്ങൾ പറഞ്ഞാൽ അനുസരിക്കും ഇൻഷാ അല്ലാഹ്. ഇന്നും ഞാൻ ആ സമസ്തയുടെ ഒരു എളിയ പ്രവർത്തകന് ഞാൻ ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ തന്നെ മരണം വരെ മുന്നോട്ട് പോകാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ. ഉസ്താദുമാർ എന്ത് പറഞ്ഞാലും അനുസരിക്കും. എനിക്ക് ആരോടും വെറുപ്പില്ല. പിന്നെ പറയുന്നവരോട് നിങ്ങൾ ചോദിക്കും,
സമസ്തക്ക് നേതാവ് എല്ലാ ആൾക്കാർ ഓല് പറയട്ടെ, ഓല് പറഞ്ഞാൽ ഞാൻ മാറി നിൽക്കും ഇൻഷാ അല്ലാഹ്. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് സ്വലാത്തു ഫാത്തിഹ ചൊല്ലി പെട്ടെന്ന് നമ്മൾ ദ്വാരക്കും. വീണ്ടും എൻ്റെ കൂടെ പറപ്പിനോട് പറയാണ്, സമയം വഴുകി എന്നോട് പൊരുത്തപ്പെടുന്നു. പിന്നെ അടുത്ത മാസം 29-ാം തീയതി ബഹുമാനപ്പെട്ട സമസ്തയുടെ കാര്യദർശൻ ബഹുമാനപ്പെട്ട ജിഫിരി മുത്തുക്കോയ തങ്ങളുപ്പാപ്പാന്റെ ആ നാട്ടിൽ വെച്ച സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മജ്‌ലിസ് തീരുമാനിച്ചത്. അള്ളാഹു മഹാനവർക്കും മഹാനവർ നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനത്തിനും അള്ളാഹു എല്ലാവരും ഒരുപാട് ആലിമീൻ അള്ളാഹു ആഫിയത്തുൽ ആരോഗ്യം അള്ളാഹു കൊടുക്കട്ടെ. ആ പ്രസ്ഥാനം അള്ളാഹു ഒരുപാട് ഉയർച്ച അള്ളാഹു എത്തിക്കട്ടെ. അപ്പോ അവിടെ അവരെന്നെ വിളിച്ചിരുന്നു. ഞാൻ ഇന്നലെ ആ ഭാഗത്തും കൂടെ പോയിരുന്നു. അവിടെയൊക്കെ റോഡ് പണി നടക്കും. ഇവിടെ മൊത്തം റോഡ് പണിയാണ്. ഞങ്ങൾക്കൊക്കെ കൊണ്ടോട്ടി പിന്നെ ഇടവണ്ണപ്പ റോഡ് പണിയാണ്. അപ്പൊ എന്നെ വിളിച്ച് പറഞ്ഞു, തങ്ങപ്പ അതിപ്പോ കൺഫേം ആയിട്ടില്ല, ഈ മജ്‌ലിസ് ഒന്ന് മാറ്റി വെച്ച് വേറെ ഡേറ്റ് എനിക്ക് തരണം. ഡേറ്റ് ഈ മജ്‌ലിസിന് ആളുകൾ ക്യൂ നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അടുത്ത വർഷം മാർച്ച് വരെ നൂറെ ഹബീബ് ഓരോ ജില്ലക്ക് കൊടുക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അടുത്ത മാസം ഇൻഷാ അല്ലാഹ് അവിടെ റോഡ് ഒരു വണ്ടി പോയ ബ്ലോക്കാവും. അപ്പൊ ഏകദേശം 2.5 ലക്ഷം ആളുകൾ പങ്കെടുക്കും അടുത്ത മജ്‌ലിസിൽ. ഇന്നിപ്പോ പിന്നെ നോമ്പായതുകൊണ്ടാണ്. ഒരുപാട് ആളുകൾക്ക് ഉപകാരമുണ്ട്. അള്ളാഹുവിന്റെ മാലാകമാർ ഒരു സംശയമില്ല. കണ്ടില്ല ഞങ്ങൾ ജനലക്ഷ്യങ്ങൾ അള്ളാഹു ബർക്കത്ത്. ഇതൊരു ഭാഗം മാത്രം അടുക്കൊക്കെ ആളില്ല, ഇഷ്ടം പോലെ അല്ലേ ഇൻഷാ അല്ലാഹ്. അപ്പൊ അടുത്ത 29-ാം തീയതി ഞാൻ പഠിച്ചു വളർന്ന മണ്ണാറക്കാട് ദാറുൻ നജാത്ത് യതീംഖാനയിൽ വെച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത 29-ാം തീയതി ഇൻഷാ അല്ലാഹ് 2-ൽ കൂടുതൽ ലക്ഷം ആളുകൾ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്‌ലിസ് നടത്തും. പടച്ചറപ്പേ, നിങ്ങളൊക്കെ പിന്നെ കാത്തിങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ നാളെ സ്വർഗ്ഗത്തിന്റെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും. ഒരു സംശയമല്ല. അല്ലാഹു കബൂലാക്കട്ടെ. ഇനി നിങ്ങൾ ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഒരു സ്വർണ്ണോ സ്ഥാപനത്തിൽ കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൊടുത്തോളൂ. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. എല്ലാവരും ഖൽബിൽ മനസ്സിൽ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മാലാകമാര് അവര് പറഞ്ഞിറങ്ങുന്ന മജ്‌ലിസാണ്. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാഹ്. ഇലാ ഹദ്റത്ത് നബിയനാ വഹബീബിന മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. وإلى حضرة روح أصحاب البدر ബഹുമാനപ്പെട്ടവരെ സുഹാബുൽ ബദരീകൾ നിന്റെ പിന്നിക്കുടി പാലിച്ച മഹാന്മാരാ. അല്ലാഹുവിന്റെ റസൂല് ഒരുപാട് ഇഷ്ടപ്പെട്ടവരാ സുഹാബുൽ ബദരീങ്ങൾ. ഒരാണ്ട് കഴിഞ്ഞ മാസമാണ് ഈ 10,000 ഒരുമിച്ച് കൂടിയ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട മജ്‌ലിസാ. ഇത് റഹ്മത്തിന്റെ മജ്‌ലിസാ, ഇത് ബർക്കത്തിന്റെ മജ്‌ലിസാ. അസ്ഹാബുൽ ബദരീങ്ങളെ കാവല് അല്ലാഹ് ഇന്ന് മാത്രമല്ല നൂറെ ഹബീബിന്റെ കുടുംബങ്ങൾക്ക് അല്ലാഹ് നൽകണേ അല്ലാഹ്. ഹാദിറു യാ ഹാദിറു അസ്ഹാബുൽ ബദരീങ്ങൾ ഹാദിറു. അൽ-ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة الروح غوث الأعظم محي الدين عبد القادر جيلاني غوث الأعظم هاران പൊന്നുമോളെ ഔലിയാക്കളെ കുതുബാണ് ഔസുൽ അഅ്ലമാൻ ഇറാഖിന്റെ തലസ്ഥാനമായ ബാഗ്ദാദിലാണ് മഹാനുള്ള ദിവസം കൊള്ളുന്നത്. അല്ലാഹ്
ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഒരുപാട് ദൂരത്തുനിന്ന് വണ്ടി എടുത്ത് വന്നവരുണ്ട് റബ്ബേ. അവിടെ എന്താ മജ്‌ലിസില്ലാതിട്ടാണോ? അല്ല അല്ല അല്ല, ഇത് അല്ലാഹുവിന്റെ മാലാഖമാര് പറന്നിറങ്ങുന്ന മജ്‌ലിസാണ്. ഹാഫിളീകൾ ഇരിക്കുന്ന മജ്‌ലിസാണ്. ആലിമീങ്ങൾ ഇരിക്കുന്ന മജ്‌ലിസാണ്. അല്ലാഹുവിന്റെ മാലാഖമാര് പറന്നിറങ്ങുന്ന മജ്‌ലിസാണ്. حاضروا يا حاضروا أرسلهم ويدي تنقل بابا حاضروا الفاتحة. മഹാനുള്ള അന്ത്യവിശ്രമം കൊള്ളുന്നത് 10,000-കണക്കിന് ആളുകളാണ് സിയാറത്തിന് വരുന്നത്. അല്ലാഹുവിന്റെ ഔലിയാവാ, അല്ലാഹുവിന്റെ ഔലിയാണ്, അല്ലാഹുവിന്റെ ഔലിയാണ്, അല്ലാഹുവിന്റെ ഔലിയായ മഹാനായ അജ്മീർ ഫഖീർ ഹിരാനുലിയല്ലാഹ് പാപ്പ യലറത്തിലുണ്ടാവണേ പാപ്പാ. നിങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നതിന്റെ അടുത്താണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ മാത്രമല്ല, 10,000-കണക്കിന് ആളുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരമക്കളെ പോയി പരിപാടിയിൽ പങ്കെടുക്കാൻ നിന്നപ്പോ പാപ്പാ നിങ്ങളെ കുരുത്തവും പൊരുത്തവും കിട്ടുന്നുള്ള വിശ്വാസം കൊണ്ടാ. അതുകൊണ്ട് പാപ്പാന ബറക്കത്ത് എല്ലാ വീട്ടിലും നൽകണേ അല്ലാഹ്. ഹാളിറു യാ ഹാളിറു അജ്മീർ ഫഖീർ ഹിരാനുലിൽ അമ്പന്ന് ഹാളിറു യാ ഹാളിറു അൽ മജ്ലിസുൽ ഹാളിറു അൽ ഫാത്തിഹ. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. وإلى حضرة الروح كل أنبياء كل مولياء وإلى حضرة مرحوم سيد ആറ്റക്കോയ ചങ്ങൽ പാപ്പ. എല്ലാ ദിവസവും ഞാൻ ദുആ ചെയ്യാറുണ്ട്. എത്രയോ ആളുകൾക്കാണ്, എത്രയോ ഈ മജ്‌ലിസിൽ ഇരിക്കുന്ന എത്രയോ പേര് ഗർഭിണികളാണ്. അത് ഈ മജ്‌ലിസിന്റെ ബറക്കത്താണ്. അതൊന്നും എന്റെ കറാമത്തല്ല, ഔലിയാക്കളെ കറാമത്താണ്, ഔലിയാക്കളെ കറാമത്താണ്. മഹാനായ മർഹൂം സയ്യിദ് ആറ്റക്കോയ ചങ്ങൽ പാപ്പ ഒരുപാട് കറാമത്തിന്റെ ഉടമയാണ്. ഈ വിനീതന്റെ വാപ്പയാണ്. വാപ്പയായതുകൊണ്ട് പുഴയ്ത്തുകയല്ല. എന്റെ വാപ്പ ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, തങ്ങളെ നിങ്ങൾക്ക് റബ്ബ് തന്ന നിഅമത്തുണ്ടല്ലോ, നിങ്ങളെ വീട്ടിൽ 10,000 വെള്ളം മന്ത്രിക്കാൻ വരുന്നുണ്ടല്ലോ, അത് നിങ്ങളെ വെല്ലിപ്പാട് നിങ്ങളെ വാപ്പാട് കറാമത്ത് കൊണ്ടാണ്. അവർ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഞങ്ങൾ ഉപ്പാപ്പമാരെ ബറക്കത്താണ്. എന്റെ ഉപ്പാപ്പ അന്ത്യവിശ്രമം കൊള്ളുന്നത് മുതലടി എന്ന് പറയപ്പെടുന്ന പള്ളിയിലാണ്. എന്റെ വിഷമം എന്റെ വാപ്പ അഹ്ലുൽ ബൈത്താണ്. മഹാനായ മർഹൂം സയ്യിദ് ആറ്റക്കോയ ചങ്ങൽ പാപ്പ, ഹദറത്തുൽ മർഹൂം സയ്യിദ് മുത്തുകോയ ചങ്ങൽ പാപ്പ, കുല്ലും അംബിയാ കുല്ലും ഔലിയാ അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. جددوا إيمانكم ونوروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله لا إله إلا الله لا إله إلا الله. إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق. صلاة الفاتحة അതാണ് ബറക്കത്ത്. സുബ്ഹാനല്ലാഹ്. സ്വലാത്തുൽ ഫാത്തിഹ അത് ചൊല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇബ്ലീസ് തല കറക്കും, ചിലപ്പോൾ തലവേദന വരും. അതും കാര്യമൊക്കെ ഇൻഷാ അല്ലാഹ്, അതൊന്നുമില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് 3 ഖുൽ ഹുവല്ലാഹ്, 3 ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, 3 ഖുൽ റബ്ബിൻ നാസ് ചൊല്ലി ദുആരിക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു ബറക്കത്ത്. സ്വലാത്ത് എപ്പോഴും നമ്മൾ ഗ്രൂപ്പിൽ ചൊല്ലുന്നുണ്ട്. എല്ലാവരുടെയും ഇൻഷാ പറയാനുള്ളത് ഇൻഷാ അല്ലാഹ്.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل ഇന്ന് ഈ മജ്‌ലിസിൽ വന്നൊരു ഭാഗ്യമുള്ള ഇന്ന് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാവുകളാ. ഇത്രയോ സമയം നിങ്ങൾ ഇരുന്നല്ലോ, രാവിലെ സുബഹി സമയം മുതൽ ഈ സമയം വരെ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ സ്വർഗ്ഗത്തിന്റെ താക്കോല് പിടിച്ച് സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ അല്ലാഹുവേ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ദുആരിക്കണം ഇൻഷാ അല്ലാഹ്. طيبا مباركا فيه على كل حال حمدا للعابدين حمد الشاكرين حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد ولك الشكر وتعالى الله. اللهم أوصل مثل ثواب ما قرأناه وما صليناه وما سلمناه. هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة ومرضية منا إلى حضرة سيدنا وشفيعنا وآخر أيدينا وثمرة فؤادنا مصطفى محمد صلى الله عليه وسلم. اللهم اعطه الوسيلة والفضيلة الدرجة الرفيعة بعثه مكان محمود الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته وفي القلب محبته وفي المنام رؤيته ولا تهرنا رؤيته وهوردنا حول المورود. اللهم هذا الشهر الشريف العظيم رمضان شاهدا لنا لا شاهدا علينا واجعل حجة لنا لا حجة علينا. أرحم الراحمين രാജാതിരാജനായ കരുണക്കടലായ അല്ലാഹ് ഞങ്ങളെ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ 10,000 ആളുകളുണ്ട് റബ്ബേ. അല്ലാഹുവേ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് തമ്പുരാൻ. ഈ മജ്‌ലിസിലേക്ക് കടന്നു വരുമ്പോ അവരുടെ കൽബിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹുവേ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. ഹലാലായ മുറാദുകളൊക്കെ ഹസ്സലാക്കി കൊടുക്കണേ അല്ലാഹ്. കാസർഗോഡ് നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന്, മംഗലാപുരത്ത് നിന്ന്, ഇന്ത്യയുടെ ഒരുപാട് പുറത്ത് നിന്നൊക്കെ ഒരു ദിവസത്തിന് വേണ്ടി ഈ മജ്‌ലിസിൽ വന്നവരുണ്ട് റബ്ബേ. പവിത്രമാക്കപ്പെട്ട റമളാനിന്റെ ബറക്കത്ത് കൊണ്ട്, ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാവിന്റെ ബറക്കത്ത് കൊണ്ട് ഇവിടെ വന്ന് എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണം അല്ലാഹ്. എല്ലാവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണം. ഏത് ശക്തികളൊന്ന് തകർക്കാൻ ശ്രമിച്ചാലും തകരൂലാണ്. ഇന്ന് മനസ്സിലായി മുഅ്മിനേ, ഇന്ന് മനസ്സിലായി മുഅ്മിനേ, ഇന്ന് മനസ്സിലായി, ഇന്ന് മനസ്സിലായി. കൂട്ടിക്ക ഇന്ന് മനസ്സിലായി. ആരെ തകർക്കാൻ ശ്രമിച്ചാലും ഈ അടിത്തറ
ഈ അടിത്തറ വല്ലാത്തൊരു അടിത്തറയാണ്. ഇന്ന് മനസ്സിലായി മുഅ്മിനേ നീ സ്വർഗത്തിലേക്കുള്ള ഒറ്റമണികളാണ്. പിന്നെ സ്വർഗത്തിലേക്കുള്ള പാത, ആ ഹെഡിങ് അത് പല ആൾക്കാർക്ക് സംശയമുണ്ട്. സ്വർഗത്തിലേക്കുള്ള പാത എന്തെങ്കിലും അത് ഇട്ടിക്കണേന്ന് പല ആളുകൾ ചോദിക്കുന്നുണ്ട്. അതിനുള്ള മറുപടി ഉണ്ട്. മാറാത്ത തൊണ്ടവേദനയുണ്ട്, ടോൺസിസ് ഉണ്ട്, തൈറോയ്ഡ് ഉണ്ട്, മാറാത്ത നെഞ്ചുവേദനയുണ്ട്, അറ്റാക്ക് ഉണ്ട്. പുണ്യമോനെ ലിവർ സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട്. എന്തിനേറെ പറയണം, വയറ്റില് മുളയുണ്ടവരുണ്ട്, ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്, ഗർഭാശയ കുമിളകളുണ്ട്, രോഗങ്ങളുണ്ട്. അല്ലാ അല്ലാ അല്ലാ, ഒരുപാട് പേര് മൂത്ര സംബന്ധമായ രോഗങ്ങളുണ്ട്. എന്റെ വിനീതൻ വാഹിദ് ഫൈസ് സുബ്ഹാനല്ലാഹ്, ഒരു മൂത്രക്കടച്ചിൽ വന്നിട്ട് എത്രയോ ആയി വേദനിക്കുന്നു. ഇന്ന് ഹോസ്പിറ്റലാണ് പോയിട്ടുള്ളത്. അതുപോലെ മുട്ടുവേദന ഉള്ളവരുണ്ട്, സുബ്ഹാനല്ലാഹ്, നിര്യാണി വേദനിക്കുന്നവരുണ്ട്, അല്ലാ അല്ലാ അല്ലാ, സോറിയാസിന്റെ ചൊറിച്ചിലുള്ളവരുണ്ട്, ആമവാദമുണ്ട്, രക്തവാദമുണ്ട്. പടച്ച റബ്ബേ, ചെറുക്കുള്ള പെൺകുട്ടികളൊക്കെ സുബ്ഹാനല്ലാഹ്, എത്രയോ പെൺകുട്ടികൾക്ക് ചെറുക്കുള്ള 18 വയസ്സ് മുതൽ എത്രയോ വയസ്സുള്ള മക്കൾക്ക് സുബ്ഹാനല്ലാഹ് വെള്ളപ്പാണ്ടുണ്ട്. എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാഹ്, എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാഹ്. അല്ലാ അല്ലാ അല്ലാ, പെട്ടെന്നുള്ള മരണങ്ങൾ എനിക്കും എന്റെ നൂറെ ഹബീബേ കുടുംബത്തിൽപ്പെട്ടവർക്കും ഈ മജ്‌ലിസിൽ ഇരിക്കുന്നവർക്കും ഈ പരിപാടി കാണുന്നവർക്കും നീ പെട്ടെന്നുള്ള മരണങ്ങൾ തരല്ല അല്ലാഹ്, അപകട മരണങ്ങൾ തരല്ല അല്ലാഹ്, അറ്റാക്ക് മരണങ്ങൾ തരല്ല അല്ലാഹ്. അല്ലാഹ്, ഞങ്ങളെ പ്രവാസികൾക്ക് ഖൈർ നൽകണേ അല്ലാഹ്, ഞങ്ങളെ പ്രവാസികൾക്ക് സന്തോഷം നൽകണേ അല്ലാഹ്, ഞങ്ങളെ പ്രവാസികൾക്ക് സമാധാനം നൽകണേ അല്ലാഹ്, വിസയില്ലാത്തവർക്ക് വിസ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ പ്രവാസികളെ കൈവിടിയല്ല അല്ലാഹ്. അല്ലാഹ്, റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ഒരു സഹോദരനെ വിളിച്ചിട്ട് പറയാണ്, പൊന്നാരച്ചങ്ങളെ, എന്റെ പൊന്നാര മോളുണ്ടല്ലോ, അല്ലാഹു ഞങ്ങളെ മക്കളെ അല്ലാഹു കാക്കട്ടെ, ഞങ്ങളെ ഭാര്യമാരല്ല കാക്കട്ടെ, ഞങ്ങളെ ഭർത്താക്കന്മാരല്ല കാക്കട്ടെ. ഒരു സഹോദരി വിളിച്ചിട്ട് എന്നോട് പറയാണ്, എന്താണെന്നറിയോ, 3 കൊല്ലമായി എന്റെ പൊന്നാര മകള് ഒരു ഹിന്ദുവോട് മുസ്ലിമായിട്ട് പ്രേമിക്കുന്നുണ്ട്. ഞങ്ങളെ ഒരുപാട് വിഷമിച്ചിലാണ്, ഞങ്ങൾ അറിയപ്പെടുന്ന കുടുംബമാണ്, അവൾ ഒളിച്ചോടി പോകുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മജ്‌ലിസിൽ വന്നിരുന്നു. റസൂല് പറയണോ, അതെന്റെ പേരക്കുട്ടിന്റെ കൂടെ, അതല്ലെങ്കിൽ എന്റെ പേരക്കുട്ടി നടത്തിയ മജ്‌ലിസിൽ പങ്കെടുത്തവരാ. അല്ലാഹുവേ, മലക്കുകളുടെ സാന്നിധ്യം എന്റെ കൂടെ പറപ്പികളെ ഖൽബിൽ നൽകണേ, ഖബറിൽ നൽകണേ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പാടെ സാന്നിധ്യം നൽകണേ അല്ലാഹ്. ഇൽമ പഠിക്കുന്ന, ഹിഫ്ള് പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടിയാ അല്ലാഹുവേ ഈ പരിപാടിയെല്ലാം നിങ്ങൾ സംഘടിപ്പിച്ചത്. അല്ലാഹുവേ, സദഖ കൊടുത്തുകൊണ്ട് റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. സമസ്തയുടെ വക്താവായിട്ട് അതിന്റെ ഒരു എളിയ പ്രവർത്തകനായിട്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഒരാളെയും തെറി പറയേണ്ട ഖൽബ് തരല്ല അല്ലാഹ്, ഒരാളെയും കുറ്റം പറയേണ്ട ഖൽബ് തരല്ല അല്ലാഹ്. അല്ലാഹുവേ, റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റബ്ബനാ ظلمنا أنفسنا واغفر لنا وترحمنا لنكونن من الخاسرين. അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചതുപോലെ ജീവിക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമല്ല. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായതുപോലെ വഫാത്താവാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കൾക്ക് നാഫിയായ ഇൽമ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നാഫിയായ ഇൽമ നൽകണേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ഈമാൻ നൽകണമല്ല, ആഖിബത്ത് നന്നാക്കണമല്ല, ആഖിബത്ത് നന്നാക്കണമല്ല. ഖബറിൽ ഞങ്ങൾക്ക് ഒരു അദാബും തരല്ല അല്ലാഹ്, ഖബറിൽ ഞങ്ങൾക്ക് ഒരു അദാബും തരല്ല അല്ലാഹ്. നൂറെ ഹബീബേ കുടുംബത്തിന് സന്തോഷം നൽകണമല്ല, നൂറെ ഹബീബേ കുടുംബത്തിന് റാഹത്ത് നൽകണേ അല്ലാഹ്, നൂറെ ഹബീബേ കുടുംബത്തിന് സ്വർഗ്ഗം നൽകണമല്ല.
മാസ് മെഡിക്കൽ മീഡിയ നേരിന്റെ പാതയിൽ ജനങ്ങളിലേക്ക്.